ഇനി നമ്മൾ എറണാകുളത്തേക്ക് പോവുകയാണ്. അതിതീവ്ര മഴയെ തുടർന്ന് കൊച്ചിയിലെ വിവിധയിടങ്ങളിലുണ്ടായ വെള്ളക്കെട്ട് പരിഹരിക്കാൻ സർക്കാർ. മന്ത്രി പി രാജീവ് ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഇടപ്പള്ളിത്തോടിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും കീർത്തിയാണ് ചേരുന്നത്. കീർത്തി, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് അവിടുത്തെ നടപടിക്രമങ്ങൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? മന്ത്രി പി രാജീവ് എല്ലാ രീതിയിലുമുള്ള ക്രമീകരണങ്ങൾ നടത്താൻ പോകുന്നുവെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് പ്രിയ. എന്തായാലും വെള്ളക്കെട്ട് അത് കൊച്ചി നഗരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അതിതീവ്രമായ മഴയിൽ രൂക്ഷമായൊരു വെള്ളക്കെട്ടായിരുന്നു കൊച്ചി നഗരത്തിലാകെ തന്നെ അനുഭവപ്പെട്ടിരുന്നത്. അതിശക്തമായ മഴ, മേഘവിസ്ഫോടനം എന്ന് തന്നെ കളമശ്ശേരിയിലെ കുസാറ്റിലെ വിദഗ്ധർ, കാലാവസ്ഥാ നിരീക്ഷണ വിദഗ്ധരൊക്കെ തന്നെ പറഞ്ഞു. അത്രയും തീവ്രമായ മഴയായിരുന്നു അനുഭവപ്പെട്ടിരുന്നത്. ഇതുകൊണ്ട് തന്നെ കൊച്ചി നഗരത്തിൽ ഇതുവരെ വെള്ളക്കെട്ടുണ്ടാകാത്ത സ്ഥലങ്ങളിൽ പോലും അതിരൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുകയും നിരവധി വീടുകളിലും കടകളിലും ഫ്ളാറ്റുകളിലും അടക്കം തന്നെ വെള്ളം കയറുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടപ്പള്ളിയിലാണ്. ഇടപ്പള്ളിത്തോടിൻ്റെ ശുചീകരണമാണിപ്പോൾ നടന്നു വരുന്നത്. ഈ ഒരു വെള്ളക്കെട്ട് പരിഹരിക്കാൻ എത്രയും വേഗം നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചിരുന്നു. നമുക്കിപ്പോൾ ആ തോടിൻ്റെ ദൃശ്യങ്ങൾ കാണാം. എന്താണ് അവിടുത്തെ സ്ഥിതി എന്നുള്ളത്. ഇത്രയും അധികം പായൽ കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ് ഈ ഇടപ്പള്ളിത്തോട്. പ്രധാനപ്പെട്ട ഒരു തോടാണിത്. ഇവിടുത്തെ നീരൊഴുക്ക് സുഗമമായാൽ മാത്രമാണ് ഈ പ്രദേശങ്ങളിലുള്ള വെള്ളക്കെട്ടൊക്കെ തന്നെ പരിഹരിക്കാൻ സാധിക്കുള്ളൂ. മഴക്കാല പൂർവ്വ ശുചീകരണമൊക്കെ നടന്നു വരുന്ന ഒരു സമയത്തായിരുന്നു കാലവർഷം എത്തുന്നതിന് മുൻപ് തന്നെ അതിതീവ്രമായ മഴയുണ്ടായത്. ഈ ഒരു സാഹചര്യത്തിലാണ് പലയിടത്തും വെള്ളക്കെട്ട് അനുഭവപ്പെട്ടത്. എന്തായാലും കഴിഞ്ഞ ദിവസം മന്ത്രി പി രാജീവും ഒപ്പം തന്നെ മേയർ എം അനിൽകുമാറും ഈ എടപ്പള്ളിത്തോട് ശുചീകരണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ എത്തിയിരുന്നു. ഇതിനു മുൻപ് തന്നെ ഇദ്ദേഹം ഈ ദുരിതബാധിത പ്രദേശങ്ങളൊക്കെ തന്നെ സന്ദർശിക്കാനും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പലയിടങ്ങളിലായി ശുചീകരണ പ്രവർത്തികൾ നടക്കുന്നത്. അതിനായി ഈ ഓപ്പറേഷൻ വാഹനി പദ്ധതിയുടെ ഭാഗമായി 20 ലക്ഷം രൂപയുടെ പദ്ധതി ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ കഴിഞ്ഞ ദിവസത്തെ ഈ വെള്ളക്കെട്ടിന്റെ പശ്ചാത്തലത്തിൽ ടെൻഡർ നടപടികളൊന്നും തന്നെ ഇല്ലാതെയാണ് ഇപ്പോൾ ഈ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഒപ്പം തന്നെ ഈ 6 ലക്ഷം രൂപയുടെ പദ്ധതി ഇറിഗേഷൻ വകുപ്പും നടപ്പാക്കുന്നുണ്ട്. 4 ദിവസത്തിനകം ഈ ഇടപ്പള്ളിത്തോടിന്റെ തടസ്സങ്ങൾ നീക്കി ഒഴുക്ക് സുഗമമാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്തേക്കൊന്നും തന്നെ ശുചീകരണ പ്രവർത്തികൾ എത്തിയിട്ടില്ല. ഇന്നലെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇനിയിപ്പോൾ ഇവിടുത്തെ ഈ പായലും ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ മാലിന്യമൊക്കെ നീക്കിയാൽ മാത്രമാണ് നീരൊഴുക്ക് പഴയ രീതിയിൽ എത്തുകയുള്ളെങ്കിൽ മാത്രമാണ്. ഇനിയിപ്പോൾ കാലവർഷം ആരംഭിച്ചു. ഇനി അതിശക്തമായ മഴയൊക്കെ വരും ദിവസങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ വെള്ളക്കെട്ട് ഇനിയും രൂക്ഷമാകാനാണ് സാധ്യത. ഇതൊക്കെ ഇടപ്പള്ളി നഗരപ്രദേശമാണ്. ഇവിടെയൊക്കെ തന്നെ അതിരൂക്ഷമായ വെള്ളക്കെട്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. കടമ്പ്രയാർ മുതൽ മുട്ടാർപ്പുഴ വരെ 10.5 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് ഈ ഇടപ്പള്ളിത്തോട്. കൊച്ചി കോർപ്പറേഷൻ, തൃക്കാക്കര, കളമശ്ശേരി നഗരസഭകൾ എന്നീ 3 തദ്ദേശ സ്ഥാപനങ്ങളിലൂടെയാണ് ഈ തോട് കടന്നു പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയിൽ കളമശ്ശേരിയിലും ഒപ്പം തന്നെ കാക്കനാട് പ്രദേശങ്ങളിലൊക്കെ തന്നെ അതിരൂക്ഷമായ വെള്ളക്കെട്ടുണ്ടായത്. 400-ലധികം വീടുകളിലായിരുന്നു വെള്ളം പൊങ്ങിയത്. എന്തായാലും മഴ ഒന്ന് കുറയുമ്പോഴേക്കും നീരൊഴുക്ക് സുഗമമാകുന്നത് കൊണ്ട് തന്നെ മഴയൊന്ന് കുറയുമ്പോഴേക്കും വെള്ളമൊക്കെ ഇറങ്ങാറുണ്ട്. എങ്കിലും ഇവിടുത്തെ ഈ പായലൊക്കെ നീക്കി ഇവിടെയൊക്കെ തോട് ശുചീകരിക്കുക എന്നത് തന്നെയാണ് ഇവർ ഏറെ പ്രാധാന്യമായി നൽകി ഇപ്പോൾ നടപ്പിലാക്കുന്നത്. അടുത്ത വർഷം മുതൽ ഈ 3 തദ്ദേശ സ്ഥാപനങ്ങളെയും സംയോജിപ്പിച്ച ഏകോപിത സംവിധാനം നടപ്പാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ 2 വർഷങ്ങളിലും ഈ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് ഈ ഓപ്പറേഷൻ വാഹിനി സഹായകമായിരുന്നു. ഒപ്പം തന്നെ ഈ ബ്രേക്ക് ത്രൂ പദ്ധതി നടപ്പിലാക്കിയത് മൂലമാണ് ഈ മഴ കുറയുമ്പോഴേക്കും ഈ വെള്ളക്കെട്ടെല്ലാം തന്നെ മാറുന്നത്. മഴ കുറയുമ്പോഴേക്കും വെള്ളം ഇറങ്ങി തുടങ്ങാറുണ്ട് ഈ കൊച്ചി നഗരത്തിലൊക്കെ തന്നെ. മറ്റൊരു കാര്യം, ഈ പെരുമാറ്റച്ചട്ടമൊക്കെ നിലവിലുള്ളതിനാൽ ടെൻഡർ നടപടികളിലേക്ക് നീങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഈ സാഹചര്യം കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ ഈ പദ്ധതി തുടരാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ കേരളത്തിൽ എന്തായാലും കൊച്ചിയിൽ വിവിധയിടങ്ങളിൽ ഉണ്ടായ വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള നടപടികളുമായി സർക്കാർ ശക്തമായി മുൻപോട്ട് പോകുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മന്ത്രി പി രാജീവ് അറിയിച്ചിരുന്നു. ഈ പായലൊക്കെയും കെട്ടിക്കിടക്കുന്നത്
നീക്കിക്കൊണ്ട് വേണ്ട രീതിയിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്ത് പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്നും കീർത്തി നൽകിയത്.